വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു യു ഓൾ ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 18-ാം തീയതിയാണ്, ചൊവ്വാഴ്ച രാവിലെ 7:25 ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എല്ലാം വളരെ ചെറിയ വീഡിയോ ആണ്. നമ്മൾ വലിയ തമ്പനയിലൊന്നും വലുതായിട്ടൊന്നും കൊടുക്കാറില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരു ഡിസിപ്ലിനായിട്ട് റെഗുലറായിട്ട് പറ്റുന്ന ദിവസങ്ങളിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. ഒരു പാസീവ് ഇൻകം ട്രേഡിങ് കൂടെ ഇൻട്രാഡേ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു മാസം എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 10-15% എനിക്ക് കിട്ടുന്നുമുണ്ട്. അത് വലിയൊരു ഇൻകമാണ്, പാസീവ് ഇൻകമാണ്. നമ്മൾ ആരെയും അട്രാക്റ്റ് ചെയ്യാനല്ല ലൈവ് വീഡിയോ ഇടുന്നത്, എങ്കിലും നമ്മുടെ ലെവൽസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഇടുന്നത്. ഇതിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു എൻട്രിയും നല്ലൊരു മോർ ദാൻ 1:1 ഒരു എക്സിറ്റും നമുക്ക് കിട്ടി. ഈ ഹൈ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഹൈ, അതായത് 14-ാം തീയതി വെള്ളിയാഴ്ച മുകളിൽ നിന്ന് താഴോട്ട് വന്ന ഈ ഹൈ, രാവിലെ 9:15 15 മിനിറ്റിൻ്റെ ഹൈ ഒരു വീക്കർ ഹാൻഡ്സാണ്. പക്ഷേ അത് നമുക്ക് അതിന് തൊട്ട് താഴെ ഒരു സപ്ലൈ സോൺ അവർ വച്ചിട്ടുണ്ട്. ആ ഹൈ ക്ലിയർ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തൊട്ടു താഴെ അവർ സപ്ലൈ സോൺ വെച്ചിട്ടുണ്ട്. ഇത് മുകളിൽ കാണുന്നത് സപ്ലൈ സോണും താഴെ കാണുന്നത് ഡിമാൻഡുമാണ്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, നമ്മുടെ എല്ലാ ഇമോഷൻ്റെ കാര്യങ്ങൾ ഡെയിലി നമ്മൾ പറയുന്നുണ്ട്, അതും കൂടെ നമ്മളിങ്ങനെ ആഡ് ചെയ്യുകയാണ് ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക്. ഇമോഷൻ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇമോഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നതെന്ന് വെച്ചാൽ, ഈ ലൈൻ ഉണ്ടല്ലോ, ഇതൊക്കെ ബ്രേക്ക് ചെയ്യുമ്പം നമ്മൾ വെപ്രാളപ്പെട്ട് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പോക്ക് കണ്ടിട്ട് ഓടുന്ന വണ്ടിയിൽ ചാടി കയറുന്ന പോലെ ഇതിനകത്ത് ചാടി കയറും. എന്നിട്ട് അത് മുകളിൽ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ടൊക്കെ പോയിട്ട് ചെറിയൊരു ഫാൾസ് ഇതൊക്കെ കാണിച്ചിട്ട് ഒരു കബഡി ഗെയിം പോലെ മുകളിൽ പോയി കാണിച്ചിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരും. അല്ലെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ താഴെ വരുന്നതുപോലെ കാണിക്കും, എന്നിട്ട് കുറച്ച് താഴോട്ട് വന്ന ശേഷം വീണ്ടും മുകളിലോട്ട് റിവേഴ്സലായി ക്ലോസ് ആകും. ഇൻ കേസ് ഇതൊക്കെ നല്ല രീതിയിൽ, അതായത് ഇതിനൊന്നും മൈൻഡ് ചെയ്യാതെ പൊട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ബ്രേക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ലൈനിൽ മൈൻഡ് ചെയ്യാതെ ഇവിടെയൊക്കെ ബ്രേക്ക് ഔട്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് വരും. കാരണം അവിടെയൊക്കെ സപ്ലൈ സോൺ വച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ വച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയമെടുക്കും. ഈ സപ്ലൈ സോണിൽ നിന്നൊക്കെ പുറത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, പക്ഷേ വലിയ ലോട്ട്സാണ് ഇതിനകത്തൊക്കെ അവർ സെല്ല് ചെയ്തിട്ടേക്കുന്നത്. മുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കാൾ സെല്ല് ചെയ്തിട്ടേക്കാണ്, താഴെ നിന്നാണെന്നുണ്ടെങ്കിൽ പുട്ട് സെല്ല് ചെയ്തേക്കാണ്. അങ്ങനെയാണ് നമ്മൾ കാണാനായിട്ട്. ഓപ്ഷൻ ബയർ എപ്പോഴും കാണുന്നത് ഒരു റെസിസ്റ്റൻറ്റിനെയോ ഒരു സപ്പോർട്ടിനെയോ അങ്ങനെ കാണരുത്. അവിടെ ഒരു ബയർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇത് വരുന്നുണ്ടോ എന്ന് കാണരുത്. നമ്മൾ കാണേണ്ടത് മുകളിൽ നിന്നുള്ള ലൈന് കാൾ സെല്ലറാണ്, താഴെ നിന്നുള്ള ഒരു ലൈന് പുട്ട് സെല്ലറാണ്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് 23,000-ന് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇന്നലെ നല്ല ക്ലോസിംഗ് ആണ്. കാരണം ഈ ഗ്രീൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൽ എത്ര പേരാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് അല്ലേ. മാർക്കറ്റ് എവിടെ നിന്നാണ് താഴോട്ട് വന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മൾ പുട്ട് ഞാൻ വലുതായിട്ട് അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വാങ്ങിക്കാറില്ല. കാരണം വെച്ചാൽ അത് താഴോട്ട് നമുക്ക് ഡൗൺ കിട്ടും തോറും ആൾക്കാർ പറയും ഡിപ്പ് ഓൺ ബൈ എന്നൊക്കെ പറയും. പക്ഷേ ആൾറെഡി വാങ്ങിച്ചിട്ടിരിക്കുന്നവരുടെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം അല്ലേ. അവരുടെയൊക്കെ റെഡ് കത്തിയിരിക്കുകയായിരിക്കും, സ്റ്റോക്കിലോ മറ്റൊക്കെ റെഡ് ഇങ്ങനെ കത്തിയിരിക്കും. അവർ ഇങ്ങനെ വല്ല ലോങ് ടേം വല്ല ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി ചെയ്യുന്ന, എന്നെപ്പോലെ സാധാരണമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കിലൊക്കെ ഇങ്ങനെ കാശിട്ട് വച്ചേക്കണമായിരിക്കും. അതൊക്കെ റെഡിൽ കാണുമ്പോൾ അവർക്ക് എന്തായാലും ഉറക്കം വരില്ല. സോ അതുകൊണ്ട് അങ്ങനെ താഴോട്ട് പോകാനായിട്ട് ഞാൻ വലുതായിട്ട് പുട്ടിൽ അങ്ങനെ കയറി ഇരിക്കാറില്ല. ബട്ട് ഓക്കെ, എനിയാവും നമ്മൾ ഇൻട്രാഡേ പ്ലെയറാണ്. നമുക്ക് അന്ന് തന്നെ തീരുമാനമാവും, അന്നല്ല നമ്മൾ എടുക്കുന്ന ട്രേഡിന് എൻട്രി എക്സിറ്റ് ആകുമ്പോൾ തീരുമാനമാവും ലാഭമാണോ നഷ്ടമാണോ. അതിനുശേഷം നമ്മുടെ ജോലിയായി. ബട്ട് ഇന്നലെ ക്ലോസിങ് കൊള്ളാമെന്ന് പറയാൻ കാരണം, ഇന്നലത്തെ ഓപ്പണിൻ്റെ മുകളിൽ ക്ലോസായി, മെനിങ്ങാന്നത്തെ ക്ലോസിന് മുകളിലും ക്ലോസ് ആയിട്ടുണ്ട്. അതൊരു നല്ലൊരു
സിഗ്നലാണ്. പക്ഷേ അത് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഇത് ലെവൽ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.